Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മൾ NDA 1-2025 മാത്സ് പേപ്പറിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. The next question. Consider the following for the two items that follow. The probabilities that A, B and C become managers. Aയും Bയും Cയും managers ആവാനുള്ള പ്രോബബിലിറ്റി ആണ് പറയുന്നത് 3/10, 1/2 and 4/5 respectively. The probabilities that bonus scheme will be introduced if A, B and C become managers are 4/9, 2/9 and 1/3. Okay, bonus scheme introduce ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് ഈ തന്നിട്ടുള്ളത്. If A, B, C become managers. A manager ആവുമ്പോൾ bonus scheme introduce ചെയ്യാനുള്ള പ്രോബബിലിറ്റി 4/9, then B യുടെ കേസിൽ 2/9 and C യുടെ കേസിൽ 1/3. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം അല്ലേ. ഈ എ ബി സി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവൻറ്റ്സ് ആണ്. E1, E2, E3 എന്ന് പറഞ്ഞ് നമുക്ക് ഇവൻറ്റ്സ് ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഇവൻറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് E1 ആണ് തന്നിട്ടുള്ള 3/10. ഇനി അതേപോലെ പ്രോബബിലിറ്റി ഓഫ് E2 ഇസ് ഗിവൺ ആസ് 1/2 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് E3 ആണ് നമുക്ക് തന്നിട്ടുള്ള 4/5. ഇനി അടുത്ത സെറ്റ് എന്താ നമ്മൾ വായിക്കുക, അതായത് ഈ തന്നിട്ടുള്ള 4/9, 2/9, 1/3 ഒക്കെ എന്താണ്? The probabilities that bonus scheme will be introduced if A become manager. A manager ആവുമ്പോൾ bonus scheme introduce ചെയ്യാനുള്ള probability. That is probability of A given E1. Okay, A given E1 ആണ് തന്നിട്ടുള്ള 4/9. ഇനി നെക്സ്റ്റ് വൺ ആരാണ്? നമ്മൾ 2/9. ദാറ്റ് ഇസ് A given E2. നമ്മൾ മെയിൻ ഇവൻറ്റ് A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A given E2 ആണ് നമുക്ക് നെക്സ്റ്റ് ആയി തന്നിട്ടുള്ള 2/9. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് A given E3 is equal to 1/3. അപ്പോൾ നമ്മൾ 3 ഇവൻറ്റ്സ് എടുത്തു. നമുക്ക് തന്നിട്ടുള്ള എ ബി സി നമ്മൾ E1, E2, E3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഓരോന്നും A given E1, A given E2 ആൻഡ് A given E3 ആണ് തന്നിട്ടുള്ള നെക്സ്റ്റ് സെറ്റായിട്ട് എടുത്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോണസ് സ്കീം വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്? ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഫസ്റ്റ് ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് ബോണസ് സ്കീം വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1. ഞാൻ ജസ്റ്റ് ഫോർമുല എന്ന് എഴുതാണ്. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2. ദെൻ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E3. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി, റിക്വയർഡ് ആൻസർ കിട്ടി. സോ എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് E1 3/10, A given E1 4/9. സോ 3/10 ഇൻറ്റു 4/9. നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് ആരാ? 1/2 ഇൻറ്റു 2/9. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ഈ നമ്പേഴ്സ്, ഈ ഫോർമുലയൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഈ നമ്പേഴ്സ് നമ്മൾ വേഗം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 4/5 ഇൻറ്റു 1/3. 4/5 ഇൻറ്റു 1/3. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ 17/45, 19/45, 23/45, 26/45 എല്ലാം ബൈ 45 ആണ്. സോ നമ്മുടെ ആൻസറും എന്തായിരിക്കണം? ബൈ 45 എന്നുള്ള ഫോമിലായിരിക്കണം. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ക്യാൻസൽ ആയി പോയെങ്കിൽ നമുക്കത് വേഗം തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 10 and 4 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 and 5 ടൈംസ്. സോ 3 × 2 6, 6/9 × 5 45. പ്ലസ് ഇനി ഇവിടെ എന്തായിരിക്കും? 2 and 2 ക്യാൻസലായി, 1/9 മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ആവോ? ഇല്ല. സോ 4/15. നമുക്കിനി എല്ലാം 45 ആയിരിക്കണം നമ്മൾ ഡിനോമിനേറ്റർ. സോ ഇത് 45 ആക്കാൻ ഇൻറ്റു 5 ആൻഡ് 15 45 ആവാൻ മൾട്ടിപ്ലൈ ബൈ 3. സോ ന്യൂമറേറ്റർ 6 + 1 × 5 5 ആൻഡ് 4 × 3 12 ഹോൾ ഡിവൈഡ് ബൈ എല്ലാം 45ലാണ്. സോ 6 + 5 is 11, 11 + 12 is 23. സോ 23/45 is the answer. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി is the answer, 23/45. Next question. If the bonus scheme has been introduced, then what is the probability that the manager appointed was B? B ആണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത മാനേജർ എങ്കിൽ what is the probability? ഇപ്പോൾ നമ്മൾ B എന്ന് പറയുന്ന ആളെ ആരായിട്ട് എടുത്തിട്ടുള്ളത്? ജസ്റ്റ് E2 ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്താ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? B, മാനേജർ അപ്പോയിൻറ്റഡ് B ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E2 given A കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് E2 given A കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് പ്രോബബിലിറ്റി ഓഫ് E2 given A? പ്രോബബിലിറ്റി ഓഫ് E2 given A എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2 ഹോൾ ഡിവൈഡ് ബൈ നമ്മൾ ഇനി എല്ലാ ടേംസിനെയും, നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി ആയിട്ടുള്ള എല്ലാ ടേംസിനെയും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഡിനോമിനേറ്റർ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ചെയ്തതായിരിക്കും. കാരണം നോക്കിയേ, P ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2 പ്ലസ് P ഓഫ് E3 ഇൻറ്റു A given E3.
അപ്പോൾ ഈ ആൻസറല്ലേ നമ്മൾ ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 23/45 കിട്ടിയെന്ന് നോക്കിയേ. ഈ ടേംസ് തന്നെയാണ്. സോ നമ്മൾ ഡിനോമിനേറ്റർ ഇസ് 23/45. ഇനി ന്യൂമറേറ്റർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 1/2 ആണ്. A given E2 2/9 ആണ്. സോ ഇവരെയാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വേണ്ടത്. 1/2 into 2/9 the whole divide by 23/45. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടി. ഇവിടെ 2 and 2 ക്യാൻസൽ ആയി. സോ 1/9 into ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം 45/23. 9ഉം 45ഉം 5 ടൈംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 5/23 is the answer. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The arithmetic mean of 100 observations is 50. 100 ഒബ്സർവേഷൻസിൻ്റെ മീൻ 50 ആണ് പറയുന്നത്. സോ ടോട്ടൽ ഒബ്സർവേഷൻസ് 100 ആൻഡ് മീൻ ഇസ് ഈക്വൽ ടു 50. ഈ 2 പോയിന്റ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിന് കിട്ടി. ഇനി പറയുന്നത് ഇഫ് 5 സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഒബ്സർവേഷൻ, ഓരോ ഒബ്സർവേഷനിൽ ഓരോ എക്സൈൽ നിന്നും നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ 20 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ന്യൂ അരിത്തമെറ്റിക് മീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഒബ്സർവേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ഒബ്സർവേഷനും 5 സബ്ട്രാക്ട് ചെയ്യും വേണം, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ ന്യൂ അരിത്തമെറ്റിക് മീൻ, ന്യൂ മീൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ മീനിൻ്റെ കേസിൽ നമ്മളോടിപ്പോൾ ഓരോ ഒബ്സർവേഷനും 5 സബ്ട്രാക്ട് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ മീനിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള മീൻ 50 ആണ്. അതിൽ നിന്ന് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യുക, 20 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ മീൻ കിട്ടും. ഓരോ ഒബ്സർവേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് മീനിൽ ചെയ്യാൻ പറ്റും. സോ 50 - 5 is 45 ഡിവൈഡ് ബൈ 20. ദാറ്റ് ഈസ് 9 times 4 times 9/4 is the answer. നമുക്കിവിടെ ഓപ്ഷൻസ് ഒക്കെ ഡെസിമൽസിലാണ്. സോ നമുക്ക് 9/4 ഒന്ന് ഡിവൈഡ് ചെയ്യണം. 9/4 is 4 into 2 8, ബാലൻസ് 1 0.10, again 2 times 8 25 times. So 2.25 is the answer. എന്താണ് ആൻസർ? 2.25. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 100 ഒബ്സർവേഷൻസ് ഇസ് 10. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓഫ് 100 ഒബ്സർവേഷൻസ് ഇസ് 10. ടോട്ടൽ നമുക്ക് 100 ഒബ്സർവേഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. ഇഫ് 5 is added to each observation, ഓരോ ഒബ്സർവേഷനിലേക്കും നമ്മൾ 5 ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ 20. അങ്ങനെയാണെങ്കിൽ ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ന്യൂ അരിത്തമെറ്റിക് മീൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അരിത്തമെറ്റിക് മീനിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒബ്സർവേഷനിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് നമുക്ക് തന്നിട്ടുള്ള അരിത്തമെറ്റിക് മീനിലും ചെയ്യായിരുന്നു. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയല്ല. അവിടെ നമുക്കിപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയിൽ ഒരു ചേഞ്ചും വരില്ല. ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഒരു ചേഞ്ചും വരില്ല. എന്നാൽ ഡിവിഷനിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ആ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ 5 is added എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഒരു ചേഞ്ചും വരില്ല. എന്താണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് തന്നെ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പോൾ 10 ആണ്. 5 ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? 10 തന്നെയാണ്. ദെൻ ഡിവൈഡഡ് ബൈ 20. ഡിവിഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. 1/2 എല്ലാം ഡെസിമലിലാണ്. സോ 0.5. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് probability of A is equal to 1/3 and probability of B is equal to 1/2 and probability of A intersection B 1/4 ആണ്, then what is probability of B given A complement? B given A complement ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ B given A complement എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? B given A complement is equal to, നമ്മളിത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ P of B intersection A complement divide by P of A complement എന്ന് കിട്ടും. എന്താണ് B intersection A complement? ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ അറിയെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെൻ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്താണ് ബിയും എ കോംപ്ലിമെൻറ്റും ഇൻ്റർസെക്ട് ചെയ്താൽ സംഭവിക്കുക. അപ്പോൾ നമുക്ക് 2 സെറ്റ് എടുക്കാം, എയും ബിയും. ഓക്കെ, ഇത് എയും ബിയും ആണ്. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ അല്ലാത്ത ബാക്കി എല്ലാ പാർട്സും, അല്ലേ? എ അല്ലാത്ത ബാക്കി എല്ലാവരും ആരായിരിക്കും? എയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എ കോംപ്ലിമെൻറ്റും ബിയും കൂടിയും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ഏതാ? എ കോംപ്ലിമെൻറ്റും ബിയും കൂടിയും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ഏതാ? ഈ ഒരു പോർഷൻ, അല്ലേ? ഇവിടെ എ കോംപ്ലിമെൻറ്റും വരും, അതായത് എ അല്ലാത്ത ബാക്കി പോർഷനാണ് ഇവിടെ ബിയിലെ കുറച്ച് ആൾക്കാരും വരും. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ പി ഓഫ് ബിയിൽ നിന്ന്
ഈ ഇൻ്റർസെക്ഷൻ പാർട്ട് ഒന്ന് മൈനസ് ചെയ്താൽ പോരെ? പി ഓഫ് ബിയിൽ നിന്ന് ആരെ മൈനസ് ചെയ്താൽ മതി? ഈ ഇൻ്റർസെക്ഷൻ പാർട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. സോ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതാണ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഹോൾ ഡിവൈഡ് ബൈ പി ഓഫ് എ കോംപ്ലിമെൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതാം. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കോംപ്ലിമെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് പോലെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് നമ്മൾ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിയത്. ഇനി പി ഓഫ് ബിയുടെ വാല്യൂ 1/2, ഇൻ്റർസെക്ഷൻ്റെ വാല്യൂ 1/4. സോ 1/2 മൈനസ് 1/4 ദ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് പി ഓഫ് എയുടെ വാല്യൂ 1/3. സോ 1/3 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കണം. സോ ഞാൻ ജസ്റ്റ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 2 മൈനസ് 1/4 ഹോൾ ഡിവൈഡ് ബൈ ദിസ് ഇസ് 3 മൈനസ് 1/3. ദാറ്റ് ഇസ് 2 മൈനസ് 1 1/4 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുകയാണ് 3/3 മൈനസ് 1 2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3/8. ഓപ്ഷൻസിലല്ലേ 3/8? യെസ്, ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ again probability question ആണ്. if p of a equal to 1/3, p of b 1/2 and p of a intersection b 1/4, then what is probability of a complement intersection b complement? probability of ആരെ കണ്ടുപിടിക്കേണ്ടത്? a complement intersection b complement, that is equal to probability of a complement intersection b complement നമുക്ക് a union b whole complement എന്ന് എഴുതാം. so that is equal to 1 minus probability of a യൂണിയൻ ബി നമുക്ക് എഴുതാമല്ലോ. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ എ കോംപ്ലിമെൻറ്റിനെ 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതും. സോ അതേപോലെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇങ്ങനെ എഴുതാമല്ലോ, 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. P of A is 1/3, so 1/3 plus 1/2 minus 1/4. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ 1 മൈനസ് എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആക്കണം. നമുക്ക് ഏതിലേക്ക് എത്തിക്കാനാണ് ഏറ്റവും എളുപ്പം? 3 × 2 × 4 ഉണ്ട്. സോ എല്ലാത്തിനെയും കൂടി LCM നോക്കുമ്പോൾ 12 വരും. 3 × 4 is 12, so multiply by 4. 2 × 6 ആണ്, so again multiply by 6 and this by 3. So 1 × 4 4 plus 6 minus 3 whole divide by 12. That is equal to 1 minus 4 plus 6 10 ആണ്. 10 minus 3 7/12. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12 minus 7 5/12 is the answer. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി is the answer, 5/12. Next question. If 2 fair dice are tossed, then what is the probability that the sum of the numbers on the faces of the dice is strictly greater than 7? നമ്മൾ 2 ഡൈസ് ടോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ഡൈസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസസ് ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് 1 1 1 2 1 3 എന്ന് പറഞ്ഞു പോവും ടിൽ 1 6 വരെ അല്ലേ. അതേപോലെ 2 1 2 2 എന്ന് പറഞ്ഞു പോയിട്ട് ലാസ്റ്റ് എത്ര വരെ? 3 1 ദെൻ ലാസ്റ്റ് നമുക്ക് 6 6 വരെയുള്ള ആൾക്കാർ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കും. ആൻഡ് ടോട്ടൽ സാമ്പിൾ സ്പേസ് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഉള്ള ടോട്ടൽ പോസിബിലിറ്റീസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഫേസസ് ഓഫ് ദ ഡൈസ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 7. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ ഡൈസുകളുടെ ഇപ്പോൾ 2 3 എടുക്കുമ്പോൾ 2ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. നമുക്ക് അതുപോലെ തന്നെ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 7 ആയിട്ടുള്ള കേസസ് ആണ് വേണ്ടത്. 7 ആവാൻ പാടില്ല, 7നേക്കാൾ വലുതായിരിക്കണം. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 7 മീൻസ് 7നേക്കാൾ വലിയ നമ്പേഴ്സ് വേണം. അപ്പോൾ ഏതൊക്കെ കേസസ് നമുക്ക് എടുക്കാം? ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിയേ, 1,6 അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? 1 + 6 ചെയ്യുമ്പോൾ നമുക്ക് 7 വരും, പക്ഷേ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 7 ആണ്, അതുകൊണ്ട് 7 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 എന്നുള്ള ഈ റോല് ആരെയും നമുക്ക് പറ്റില്ല. ഇനി നമ്മൾ പോസിബിൾ ഔട്ട്കംസ് ആണ് എഴുതാൻ പോകുന്നത്. 2ൻ്റെ കാര്യത്തിൽ ആരെങ്കിലും എഴുതാൻ പറ്റുമോ? 2 + ഏതെങ്കിലും നമുക്ക് 7നേക്കാൾ വലുത്, അതായത് 8 കിട്ടുമോ? 2നേക്കാളും 2 നമ്മൾ ഏതെങ്കിലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,6 2,6 is 2 + 6 8 ആണ്. സോ ആ ഒരു ഔട്ട്കം നമുക്ക് എടുക്കാം, 2,6 എടുക്കാം. പിന്നെ 2ൽ വേറെ ആരും എടുക്കാൻ പറ്റില്ല, കാരണം വേറെ ആരും ഇല്ലല്ലോ ഔട്ട്കംസ് ആയിട്ട്. ഇനി 3യുടെ കാര്യം, ഏതൊക്കെ നമ്പറാണ് നമുക്ക് 8 കിട്ടുക, അല്ലെങ്കിൽ മോർ ദാൻ 8 ഓർ മോർ ദാൻ വരുന്ന രീതിക്ക് വേണം ചൂസ് ചെയ്യാൻ. 3,5 പറ്റും, 3,5 is 8. ദെൻ 3,6 പറ്റും. അടുത്തത് 4ൽ വരുമ്പോൾ
4,4 that is 8, 4 plus 4 add ചെയ്യുമ്പോൾ 8 കിട്ടും. Then 4,5 then 4,6. ഇനി 5ൻ്റെ കാര്യത്തിലാണെങ്കിൽ 5,3 പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാവരെയും പറ്റും 5,4 5,5 then 5,6. 6ൽ വരുമ്പോഴോ 6,2 തൊട്ട് എല്ലാവരെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 6,3 6,4 6,5 then 6,6. ഇത്രയും ഔട്ട്കംസ് ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ്. സോ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ 36 ആണ്. ഫേവറബിൾ ആയിട്ട് എത്ര കേസസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കേസസ് ആണ്. സോ 15/36 is the answer. ഓപ്ഷൻസ് നോക്കുമ്പോൾ സിംപ്ലിഫൈഡ് വേർഷൻ ആണ്. സോ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, വിച്ച് ഇസ് 5/12. 5/12 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ? യെസ്, ഓപ്ഷൻ ബി is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the probability of a man hitting a target is 1/5. അതായത് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് എ ടാർഗറ്റ്, ഒരു ടാർഗറ്റ് ഉണ്ട്, അത് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോബബിലിറ്റി 1/5 ആണ്. സോ വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് എ മാൻ നോട്ട് ഹിറ്റിംഗ് എ ടാർഗറ്റ്? ഹിറ്റിംഗ് എ ടാർഗറ്റ് 1/5 ആണെങ്കിൽ എന്താണ് നോട്ട് ഹിറ്റിംഗ് എ ടാർഗറ്റ്? നമുക്ക് ക്യൂ ആയിട്ട് എടുക്കാം അല്ലേ? സക്സസും ഫെയിലിയറും നമ്മൾ പി ക്യൂ എന്ന് പറഞ്ഞെടുക്കുമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പി പ്ലസ് ക്യൂ 1 ആണ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി, വിച്ച് ഇസ് 1 മൈനസ് 1/5, അതായത് 5 മൈനസ് 1 4/5 ഇസ് ദ ആൻസർ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഹിറ്റിംഗ് എ ടാർഗറ്റ് എന്ന് പറയുന്നത് 4/5 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ മാൻ ഫയർ 7 times, ഒരാൾ 7 times ഫയർ ചെയ്യാണ്. ഓക്കെ, സോ ടോട്ടൽ 7. Then what is the probability that he hits the target at least twice? At least twice എങ്കിലും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വായിക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാം കൂടി ഗ്യാദർ ചെയ്തിട്ട് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യങ്ങൾ കിട്ടി. N 7 ആണ്. പിയും ക്യൂവും നമ്മൾ കണ്ടെത്തി. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എങ്ങനെയാണ് നമ്മൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 മൈനസ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമുല എന്താണ്? NCX P റേസ് ടു എക്സ് Q റേസ് ടു N മൈനസ് എക്സ്. N തന്നിട്ടുണ്ടായിരുന്നു 7 ആണ്, P തന്നിട്ടുണ്ടായിരുന്നു 1/5 ആണ്, Q നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 4/5 ആണ്. സോ ഈസി അല്ലേ? N 7C. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് 0ൻ്റെ കേസാണ്. സോ 7C 0 P റേസ് ടു 1/5 റേസ് ടു 0 ഇൻറ്റു Q റേസ് ടു N മൈനസ് എക്സ്. 7 മൈനസ് 0 7 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 7C 0 വാല്യൂ 1 ആണ്. ഇതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 ആണ്. 1/5 റേസ് ടു 0, ഏതൊരു നമ്പർ റേസ് ടു 0 ആണെങ്കിലും 1 ആണ്. സോ ദ ആൻസർ വിൽ ബി 4/5 ഹോൾ റേസ് ടു 7. അതേപോലെ നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് 7C1. പിക്ക് പകരം 1/5 എഴുതുന്നു. 1/5 റേസ് ടു 1 ഇൻറ്റു 4/5 റേസ് ടു N മൈനസ് എക്സ്. 7 മൈനസ് 1 6. സോ ദിസ് ഇസ് ഈക്വൽ ടു 7C1ൻ്റെ വാല്യൂ 7 ആണ്. 1/5 റേസ് ടു 1 1/5 ആണ് ഇൻറ്റു 4/5 ദ ഹോൾ റേസ് ടു 6. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇസ് 1 മൈനസ് ആദ്യത്തെ ആൾ എന്തായിരുന്നു? ആദ്യത്തെ ആൾ നമ്മൾ കണ്ടുപിടിച്ചു 4/5 റേസ് ടു 7. ഇവിടെ ആണെങ്കിൽ 4/5 റേസ് ടു 6 ആണ്. അപ്പം ഞാൻ ഈ 4/5 റേസ് ടു 7 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാണ്. 4/5 ഇൻറ്റു 4/5 റേസ് ടു 6. പവർ കണ്ടോ? പവർ ജസ്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ജസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അടുത്തത് പ്ലസ് 7/5, ഈ ടേമാണ് അടുത്തത് എഴുതുന്നത്, ഇൻറ്റു 4/5 ദ ഹോൾ റേസ് ടു 6. സോ ഇവിടെ നമുക്ക് രണ്ട് ടേംസിലും 4/5 ദ ഹോൾ റേസ് ടു 6 ഉണ്ട്. സോ നമുക്കത് കോമൺ ആയിട്ട് എടുക്കാം. 4/5 ദ ഹോൾ റേസ് ടു 6 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 4/5 പ്ലസ് 7/5. 4/5 ഇസ് 4 പ്ലസ് 7 ഇസ് 11. സോ ഇൻറ്റു 11/5. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. 1 മൈനസ് 4/5 ദ ഹോൾ റേസ് ടു 6 ഇൻറ്റു 11/5. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എവിടെയാ? 1 മൈനസ് 4/5 the whole raised to 6 into 11/5. Option C is the answer. Next question. Let x be a random variable following the binomial distribution whose mean and variance are 200 and 160. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മീനിൻ്റെ ഫോർമുല എന്താ? മീൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്,
വേരിയൻസ് ഇസ് NPQ. ഓക്കെ, മീൻ NP എന്നും വേരിയൻസ് NPQ എന്നാണ് എടുക്കേണ്ടത്. ആ വാല്യൂസ് ആണ് തന്നിട്ടുള്ള 200 and 160. സോ മീൻ ഇസ് 200 ആൻഡ് വേരിയൻസ് ഇസ് 160. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ദ നമ്പർ ഓഫ് ട്രയൽസ്? N ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതിൽ ഈ N കാൽക്കുലേറ്റ് ചെയ്യണം. NPയും NPQവും തന്നിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. NP by NPQ which is equal to 200 by 160. P and P cancel ആയി, N and N cancel ആയി. That means 1 by Q is equal to, ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആവും? 20 and 16. 20 5 times and 16 4 times. So 1 by Q 5 by 4 ആണെന്ന് കിട്ടി. ഇതിന്ന് Q എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം, which is 4 by 5. അപ്പോൾ Q കിട്ടി. Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും കൂടി കണ്ടുപിടിക്കാൻ പറ്റും? Pനെ കൂടി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം P plus Q equal to 1 ആണ്. പ്രോബബിലിറ്റിയിൽ P plus Q 1 ആണ്. സോ Q നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ P is equal to 1 minus Q which is equal to 1 minus 4 by 5, that is equal to 5 minus 4 by 5, 1 by 5. ഓക്കെ, 1 by 5 ആണ് നമ്മുടെ P. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ തന്നെ എടുക്കാം. NP equal to 200. N into P നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 1 by 5 ആണ്. ദിസ് ഇസ് ഈക്വൽ 200. സോ N is equal to 200 into 5 which is equal to 1000. സോ ആൻസർ ഇസ് 1000. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 8 സ്ക്വയർ 9 സ്ക്വയർ 10 സ്ക്വയർ എക്സെട്ര അപ് ടു 15 സ്ക്വയർ? ഇത്രയും നമ്പേഴ്സിൻ്റെ, ഇത്രയും സ്ക്വയർ നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 15 സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. 8 തൊട്ട് 15 വരെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 8 ഒബ്സർവേഷൻസ് ഉണ്ട്. സോ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മീൻ. ഇനി സ്ക്വയർ നമ്പേഴ്സിൻ്റെ, ഓക്കെ, ഈ സ്ക്വയർ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് അറിയുമെങ്കിൽ അതൊക്കെ പാടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. സം ഓഫ് ഫസ്റ്റ് n ടേംസിൻ്റെ സ്ക്വയറിന് മാത്രമേ നമുക്ക് ഫോർമുലയുള്ളൂ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ്, ഇപ്പം നമുക്ക് 1 to 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർമുല എന്താ? n into n plus 1 into 2n plus 1 by 6. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 15 സ്ക്വയർ വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് വേണ്ടത് എവിടെ തൊട്ടിട്ടാ? 8 സ്ക്വയർ തൊട്ടിട്ടുള്ള വാല്യൂസാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 1 to 15 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 1 to 7 വരെയുള്ള ആൾക്കാരുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ടോട്ടലിൽ നിന്ന് ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കുക, സബ്ട്രാക്ട് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് 1 to 15 നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 1 to 15. ഇവിടെ എന്ന് പറയുമ്പോൾ ടോട്ടൽ 15 നമ്പേഴ്സ് ആണ്. ഇൻറ്റു 15 plus 1 16 ഇൻറ്റു 2 into 15 plus 1 2 into 15 30 ആണ്. 30 plus 1 31 ഹോൾ ഡിവൈഡ് ബൈ 6. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6 and 16 8 and 3 times. 3 നമുക്ക് 15 5 times ക്യാൻസൽ ചെയ്യാം. സോ 5 into 8 is 40. 40 into 31 which is equal to 31 into 4. 31 into 4 എന്ന് പറയുമ്പോൾ 4 and 12. സോ 1240. ഇതാണ് ആദ്യത്തെ 15 നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം. ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതേപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഫ്രം 1 to 7. 1 to 7 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഗെയിൻ ഫോർമുല n into n plus 1 into 2n plus 1 by 6 തന്നെയാണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n എന്തായിരിക്കും? n 7 ആയിരിക്കും. ഇവിടെ നമ്മൾ 7 നമ്പേഴ്സ് അല്ലേ ചൂസ് ചെയ്യുന്നത്. സോ 7 into 7 plus 1 8 into 2 into 7 14 14 plus 1 15 ഹോൾ ഡിവൈഡ് ബൈ 6. എഗെയിൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 3 times 4 3 and 15 5 times. സോ 7 into 4 28 28 into 5 140 is the answer. ഇപ്പോൾ രണ്ടിൻ്റെയും സ്ക്വയർ കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ സ്ക്വയർ ഇത്രയും നമ്പേഴ്സ് ഈ ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1240 മൈനസ് 140 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ നമ്പേഴ്സായി. 1240 മൈനസ് 140 ഈസ് 0011. ദാറ്റ് ഈസ് 1100. അങ്ങനെയാണെങ്കിൽ മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1100 by 8. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. 1100 ഡിവൈഡ് ബൈ 8. 11 1 times 8 3 times 30. സോ നമുക്ക് 3 എന്ന് കിട്ടും.
24 എന്ന് എഴുതാം. 24 again 6 times, so 60. 7 times 56 balance 4. ഇനി നമ്മൾ പോയിന്റ് ഇടുന്നു 45 times. So answer is 137.5. ഓപ്ഷൻസ് ഏതാണ്? 137.5. ഓപ്ഷൻ സി is the answer.